നമസ്കാരം. കമ്മ്യൂണിസത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് മലിനജലം പോലെയാണ്. മലിനജലത്തിൽ മാത്രമേ കൂത്താടി വളരൂ. അതുപോലെയാണ് കമ്മ്യൂണിസവും. ദാരിദ്ര്യവും പട്ടിണിയും വർഗീയതയും ഇല്ലാത്തിടത്ത് മാത്രമേ കമ്മ്യൂണിസം വളരൂ, കമ്മ്യൂണിസം നിലനിൽക്കൂ. ഒരിക്കലും ഒരു നാട്ടിൽ വികസനമുണ്ടാകാൻ കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കില്ല. ഒരു വ്യക്തിയുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടാനും അവർ സമ്മതിക്കില്ല. കാരണം അങ്ങനെ ജീവിത സാഹചര്യം മെച്ചപ്പെട്ടാൽ ആ വ്യക്തി ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കില്ല. അവരിൽ ചിലർക്ക് പല രാഷ്ട്രീയ പാർട്ടിയോടും ചായ്വുണ്ടായിരിക്കാം, ചിലർ നിഷ്പക്ഷരായിരിക്കാം. പക്ഷേ അവരാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന തുറുപ്പ് ഷീട്ടുകൾ ദാരിദ്ര്യവും പട്ടിണിയും വർഗീയതയുമാണ്. ജീവിത സാഹചര്യം മെച്ചപ്പെട്ടവന് ദാരിദ്ര്യവും പട്ടിണിയും ഒന്നും ഉണ്ടാകില്ലല്ലോ. അവന് ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ചിന്തിക്കാനുള്ള നേരമില്ല. 2016 മുതലുള്ള 10 വർഷങ്ങൾ അതിഭയങ്കരമായ വികസനങ്ങൾ കേരളത്തിൽ ഉണ്ടായി എന്നാണ് പിണറായി വിജയനും അന്തം കമ്മികളും പറയുന്നത്. എന്ത് വികസനമാണ് ഇവരുണ്ടാക്കിയത്? ജനങ്ങൾക്ക് ഉപകാരമുള്ള എല്ലാ വികസന പദ്ധതികളെയും എതിർക്കുന്ന ചരിത്രമാണ് CPM-നുള്ളത്. മെട്രോ റെയിലിനെയും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെയും എതിർത്ത CPM പിന്നീട് ചുവട് മാറ്റി. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ അവർക്ക് മടിയുണ്ടായില്ല. കമ്പ്യൂട്ടർ, GST, ട്രാക്ടർ, +2, സ്വാശ്രയ വിദ്യാഭ്യാസം എന്നുവേണ്ട സകലതിനെയും എതിർത്തു. പിന്നീട് അതെല്ലാം അംഗീകരിച്ചു എന്നുള്ളത് വേറെ കാര്യം. കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, കർഷകർക്ക് 6000 രൂപ കിട്ടുന്ന കിസാൻ സമ്മാൻ നിധി, ജൻധൻ അക്കൗണ്ട്, ഇതിനെല്ലാം എതിർത്തു. സംസ്ഥാന സർക്കാരിന് 3500 കോടി രൂപ നിക്ഷേപമുള്ള പദ്ധതിയായിരുന്നു വിഴിഞ്ഞം പദ്ധതി. ഈ പദ്ധതിയിൽ 6000 കോടിയുടെ അഴിമതിയുണ്ടെന്നായിരുന്നു പിണറായി വിജയൻ ആരോപിച്ചത്. സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് പിണറായി വിജയന്റെ ആരോപണം അന്വേഷിച്ചു. എന്നാൽ അഴിമതി കണ്ടെത്താനായില്ല. റൺവേയുടെ നീളം കൂട്ടണം, കൂടുതൽ സ്ഥലം ഏറ്റെടുക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കണ്ണൂർ വിമാനത്താവളത്തിനും ഇടംകോലിട്ടു CPM. എന്നാൽ 5 വർഷം ഭരണം കിട്ടിയിട്ടും ഒന്നും ചെയ്തില്ല. ഒടുവിൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ 5000 ഏക്കർ സ്ഥലം ഏറ്റെടുക്കാൻ 12000 കോടി മാറ്റിവെക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തി. തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിലെ ലൈറ്റ് മെട്രോ പദ്ധതി CPM അട്ടിമറിച്ചത് ശ്രീധരനെയും ഡൽഹി മെട്രോയെയും ഒഴിവാക്കിയിട്ടായിരുന്നു. ഗെയിൽ വാതക പൈപ്പ് പദ്ധതി കൊണ്ടുവന്നപ്പോഴും ചില സംഘടനകളുമായി ചേർന്ന് CPM പദ്ധതി പ്രദേശത്ത് വലിയ സമരം നടത്തി. ഭൂമിക്കടിയിലെ ബോംബെന്നായിരുന്നു ഗെയിൽ പദ്ധതിയെക്കുറിച്ച് CPM-ന്റെ വിശേഷണം. ദേശീയപാതയ്ക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതിനെയും CPM വെറുതെ വിട്ടില്ല. സർവേ കല്ല് പോലും ഇടാൻ സമ്മതിക്കാതെ സമരം നടത്തി. സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരമെന്ന പേരിൽ SFI വൻ പ്രക്ഷോഭം അഴിച്ചുവിട്ടു. ആ പ്രക്ഷോഭത്തിലാണ് കൂത്തുപറമ്പ് വെടിവയ്പുണ്ടായത്. പിന്നീട് പാർട്ടി തന്നെ സ്വാശ്രയ കോളേജ് തുടങ്ങിയതിനും ഈ സമരങ്ങളെല്ലാം ആസൂത്രണം ചെയ്ത പിണറായി വിജയന്റെ മകൾ കേരളത്തിൽ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തമിഴ്നാട്ടിലെ സ്വാശ്രയ കോളേജിൽ പഠിക്കുന്നതിനും കേരളം സാക്ഷ്യം വഹിച്ചു. 2011 രാജ്യത്ത് 506 ഓട്ടോണമസ് കോളേജുകൾ ഉണ്ടായിരുന്നു. കേരളത്തിലും ഓട്ടോണമസ് കോളേജ് തുടങ്ങാൻ തീരുമാനിച്ചപ്പോഴാണ് CPM എതിർത്തത്. SFI വലിയ സമരങ്ങൾ നടത്തി. ഗ്ലോബൽ വിദ്യാഭ്യാസ മീറ്റിൽ വെച്ച് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാൻ TP ശ്രീനിവാസനെ SFI ക്രിമിനലുകൾ മർദ്ദിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി. ഗുരുതരമായ 11 ഇനം രോഗങ്ങൾ ബാധിച്ചവർക്ക് 2 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം കിട്ടുന്ന ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കിയ കാരുണ്യ പദ്ധതി ഇല്ലാതാക്കി. കാരുണ്യ ലോട്ടറി ആരോഗ്യ വകുപ്പിൽ നിന്ന് ധനവകുപ്പ് ഏറ്റെടുത്തതോടെ പദ്ധതിയുടെ നടത്തിപ്പ് ഫണ്ട് തന്നെ ഇല്ലാതായി. സർക്കാർ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷൻ ഏർപ്പെടുത്തിയതിനെതിരെയും ഇടതുപക്ഷം രംഗത്ത് വന്നു. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിക്കെതിരെയും CPM രംഗത്ത് വന്നു. എല്ലാ ജില്ലകളിലും പ്രക്ഷോഭം അഴിച്ചുവിട്ടു. വില്ലേജ് ഓഫീസർമാർ ചെയ്യേണ്ട ജോലിയാണ് ഇതെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ 2021 മന്ത്രിമാരെ വെച്ച് ഇതേ പരിപാടി നടത്തി പിണറായി സർക്കാർ. പിന്നീട് പൊതു ഖജനാവിൽ നിന്ന് കോടികൾ മുടിച്ച് ആർക്കും യാതൊരു പ്രയോജനവുമില്ലാത്ത നവകേരള സർക്കിട്ടും നടത്തി. സ്വകാര്യ മേഖലയിൽ വിമാനത്താവളം അനുവദിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു CPM നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനെതിരെ പടയൊരുക്കം നടത്തിയത്. എൻ്റെ നെഞ്ചത്തുകൂടിയേ നെടുമ്പാശ്ശേരിയിൽ വിമാനമിറക്കൂ എന്ന് പറഞ്ഞ ഒരു CPM MLA ഉണ്ടായിരുന്നു അന്ന്. അയാൾ പിന്നീട് നെടുമ്പാശ്ശേരി വിമാനത്താവള കമ്പനിയുടെ ഡയറക്ടറായി എന്നത് ചരിത്രം. ഉമ്മൻചാണ്ടിയുടെ UDF സർക്കാർ ലക്ഷ്യമിട്ട 16 മെഡിക്കൽ കോളേജുകളിൽ 6 എണ്ണത്തെ ഇല്ലാതാക്കാൻ CPM ശ്രമിച്ചു. ഇതിൻ്റെ ഫലമായി 2500 സർക്കാർ MBBS സീറ്റുകൾ നഷ്ടപ്പെട്ടു. തിരുവനന്തപുരത്തെ 2ാമത്തെ മെഡിക്കൽ കോളേജ്, ഇടുക്കി, കോന്നി, കാസർഗോഡ്, വയനാട്, ഹരിപ്പാട് എന്നിവിടങ്ങളിലെ മെഡിക്കൽ കോളേജുകളെയാണ് CPM എതിർത്തത്. നിർധനരായ നിരവധി രോഗികൾക്ക് ഇത് തിരിച്ചടിയായി. തീർന്നില്ല. കോട്ടയത്തെ പാർവതി മിൽസ്, ഗോളിയോർ മാവൂർ റയോൺസ്, കോട്ടയത്തെ
ട്രാവൻകൂർ ഇലക്ട്രോ കെമിക്കൽസ്, കണ്ണൂരിലെ തിരുപ്പതി മിൽസ്, വളപട്ടണം പ്ലൈവുഡ് ഫാക്ടറി, കോമളപുരം സ്പിന്നിംഗ് മിൽസ്, പുനലൂർ പേപ്പർ മിൽസ്, നിലമ്പൂർ വുഡ് ഇൻഡസ്ട്രീസ്, ആലപ്പുഴ സ്പിന്നിംഗ് മിൽസ്, വൈക്കത്തെ ഉഷ ലാറ്റക്സ്, തോഷിബ ആനന്ദം, ഇതെല്ലാം ചെങ്കോണകം കുത്തി പൂട്ടിച്ച കമ്മ്യൂണിസ്റ്റ് കാട്ടാളന്മാർ പൂട്ടിച്ച കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങളാണ്. ഇനിയുമുണ്ട് നൂറുകണക്കിന് ഇത്തരം സ്ഥാപനങ്ങൾ. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഒരു വ്യവസായ സ്ഥാപനങ്ങളും ഇവിടെ പൂട്ടിച്ചിട്ടില്ല. പൂട്ടിച്ചതെല്ലാം CPM ആണ്. കേരളത്തിന്റെ അഭിമാനമായ കിറ്റക്സിനെ പോലും ഇവിടെ നിന്ന് ഓടിച്ചു. എന്നിട്ടാണ് ഈ നുണയന്മാർ വികസനം പറയുന്നത്. കമ്മ്യൂണിസം നിലനിന്നിരുന്ന ഒരു നാടും ഗതി പിടിച്ച ചരിത്രമില്ല. അത് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ്.